അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിവേദനം ചെയ്ത ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മൻ റഅ ശൈഅൻ ഫഅജബഹു ഖാല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാൾ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു, ആ സമയത്ത് മനസ്സിന് ഒരു സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അവൻ പറയുകയാണെങ്കിൽ ലം യദുറഹു, ആ വസ്തുവിന് യാതൊരു കോട്ടമോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയില്ല. ഏതൊരു നല്ല അത്ഭുതം കാണുമ്പോൾ, നല്ല വീട് കണ്ടു, അല്ലെങ്കിൽ ഒരാളുടെ വീട് പണിത് കണ്ടു, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയതായി കണ്ടു, അല്ലെങ്കിൽ ജോലിയിൽ ഒരു കയറ്റം കിട്ടിയതായി കണ്ടു, ഇങ്ങനെ എന്ത് മനസ്സിന് സന്തോഷം തോന്നുന്ന നല്ല കാര്യം കണ്ടാലും മാഷാ അല്ലാഹ് എന്ന് പറയും. അതിൽക്കൂടെ ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്കുകൂടി ചേർത്താൽ വളരെ നന്നായി. എന്നാൽ ആ വസ്തുവിന് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല. നമുക്ക് വീട് പണി നടക്കുമ്പോൾ അവിടെ ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മാഷാ അല്ലാഹ്, കണ്ടിട്ടുണ്ടോ? വീട് പണി അത് കണ്ടത് തട്ടാതിരിക്കാൻ, ബുദ്ധിമുട്ട് തട്ടാതിരിക്കാൻ. അങ്ങനെ മാഷാ അല്ലാഹ്ക്ക് വലിയ പവിത്രതയുണ്ടെന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസാണിത്. മാഷാ അല്ലാഹ് എന്നുള്ള വാക്ക് ജീവിതത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മുടെ ഈ 2 വർഷങ്ങളിലായി എപ്പോഴും നമ്മുടെ നന്മതിന്മകൾ എഴുതുന്ന 2 മലക്കുകളുണ്ട്. നന്മകൾ എഴുതുന്ന മലക്കിന് നന്മകൾ കൂടുതൽ നമ്മുടെ വായിൽ നിന്ന് വരണം. അതിനുവേണ്ടി ഈ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും നിയമത്തിൽ ലഭിച്ച് അനുഗ്രഹം ലഭിച്ചു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ്. അപ്പൊ എത്രയോ പ്രതിഫലങ്ങൾ നമ്മുടെ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ടാകും. അല്ലാഹു പറയുന്നു, സൂറത്തിലുള്ളത് പറയുകയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ ഈ 2 വർഷങ്ങളിലായി 2 മലക്കുകളുണ്ട്, റഖീബ് അതീദ്. അവരെപ്പോഴും നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അവരത് എഴുതി വെക്കും. അപ്പോ അവരുടെ എഴുത്തിന് നമ്മുടെ ഈ നല്ല വാക്കുകൾ, നമ്മുടെ വായിൽ നിൽക്കുന്ന വാക്കുകൾ കാരണമായി തീരണം. അല്ലാഹു നമ്മുടെ ഓരോ അവയവങ്ങളെയും റബ്ബിന് പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമ്മുടെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഗതകാല ജീവിതത്തിൽ നമ്മിൽ നിന്ന് വന്നവ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മെ വളർത്തിയ നമ്മെ നന്നാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, അവർ മരണപ്പെട്ടവരുണ്ട്. അല്ലാഹുവിനെ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും മഗ്ഫിറത്ത് പാപമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജോലികൾ, നമ്മുടെ ബിസിനസ്സുകൾ അല്ലാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി